ഹലോ ഫ്രണ്ട്സ്, ടെക്കിൻഫോകഫയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്, ഒരു സബ്സ്ക്രൈബറിന് നമ്മുടെ വീഡിയോസ്, അതിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടതിന് ശേഷം 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ ഇടുന്ന ഓരോ ടിപ്പുകളും അല്ലെങ്കിൽ നമ്മളിടുന്ന ഓരോ സെറ്റിങ്സുകളും ഫോളോ ചെയ്ത് ചെറിയ ചെറിയ ഈ ഇൻഫർമേഷനും കൊണ്ട് ഇതുവരെ 1 സബ്സ്ക്രൈബർ ആകാണ്ടിരുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് 1K സബ്സ്ക്രൈബർ അടിച്ചു എന്ന് നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആളെ അറിയുപോലുമില്ല, എവിടെയുള്ള ആളാണെന്ന് പോലും അറിയില്ല. എന്നാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വരുന്നത്. കാരണം നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോ മറ്റൊരാൾക്ക് ഇൻഫർമേഷൻ കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോ കണ്ട് മറ്റൊരാൾക്ക് അതിൽ നിന്ന് ഉപയോഗം കിട്ടി എന്നറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചാനൽ ഗ്രോത്ത് ചെയ്യാം, നിങ്ങൾക്കൊരു മോണിറ്റൈസേഷൻ കിട്ടുക, ഇതൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ആദ്യം ഡിഫറൻറ്റ് രീതിയിലുള്ള കാറ്റഗറിയിലുള്ള വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് യൂട്യൂബിൽ ഇപ്പോഴും സക്സസ്ഫുൾ ആവാത്ത നിരവധി യൂട്യൂബേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആകുന്നതിന് വേണ്ടി കുറച്ച് ഏണിങ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വ്യൂവേഴ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ ചാനലിലേക്ക് ഗ്രോത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക്. പക്ഷേ കയറി വരാൻ, അതായത് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി യൂട്യൂബേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ നല്ല രീതിയിൽ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ തെറ്റുകൾ അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചാനൽ എന്ന രീതിയിലാണ് ഇനി നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു നമുക്ക് ആ കമൻറ്റ് കിട്ടിയത്. ഒരു സബ്സ്ക്രൈബർ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലിട്ട വീഡിയോസ് എല്ലാം ഫോളോ ചെയ്ത്, അതായത് നമ്മുടെ 2-3 ആഴ്ചയായിട്ടുള്ള വീഡിയോസ് ആൾ കണ്ടു കഴിഞ്ഞ ശേഷം ആ ടിപ്സും ട്രിക്സും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ആളുടെ ചാനലിൽ 1K സബ്സ്ക്രൈബർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട്, 4000 വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന്. അപ്പോൾ 4000 വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് വേണ്ടിയുള്ള ടിപ്പുകളും നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മോണിറ്റൈസേഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഒരു മാസം കൊണ്ട് 1K സബ്സ്ക്രൈബറും 4000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ചെയ്ത് ഒരു മോണിറ്റൈസേഷൻ ചെയ്തൊരു ചാനൽ, അതാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മോണിറ്റൈസേഷൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വന്നതാണ്. അതായത് യൂട്യൂബിൽ നമ്മുടെ ഒരു ഫ്രണ്ടിന്, അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് 1K സബ്സ്ക്രൈബർ അടിച്ചിട്ടുണ്ട്. യൂട്യൂബിലെ വീഡിയോ, അതായത് ട്യൂട്ടോറിയൽ വീഡിയോ കണ്ട്, യൂട്യൂബ് ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ നിന്നുമുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് ആളുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാൻ നോക്കി. അതുകൊണ്ട് ആൾക്കൊരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കൊണ്ട് 1K സബ്സ്ക്രൈബർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ആളുടെ ആ കമൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് എത്ര പേര് വ്യൂസ് ഉണ്ടെങ്കിലും അതിൽ നിന്നും ഒരാൾക്കെങ്കിലും ഇൻഫർമേഷൻ കിട്ടി, ഒരാൾക്കെങ്കിലും 1K സബ്സ്ക്രൈബർ അടിച്ചു, അല്ലെങ്കിൽ ആ ആളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പോവുകയാണെന്ന് അറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുന്നില്ല, കാരണം സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല. കാരണം ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ആർക്കൊക്കെ 1K അടിച്ചു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം ആളുടെ ഡീറ്റെയിൽ പോലും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചാനൽ ഗ്രോത്ത് ചെയ്ത് നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കട്ടെ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നെഗറ്റീവ് കമൻസുമായിട്ട് വരുന്നവരെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻസിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ യൂട്യൂബിലിടുന്ന എഫേർട്ട്, നിങ്ങൾ യൂട്യൂബിലേക്ക് കൊടുക്കുന്ന ടൈം, ഇതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതായത് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് എത്രത്തോളം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നവരും നമ്മുടെ ചാനൽ അത്ര രീതിയിൽ ഗ്രോത്ത് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാക്സിമം എഫേർട്ട് ഇടുക. മാക്സിമം എഫേർട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ ചാനൽ നല്ല രീതിയിൽ ഗ്രോത്ത് ആവണം. മാത്രമല്ല ചാനലിൽ നല്ല വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും വരികയും ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മളിടുന്ന എഫേർട്ടിന് നമുക്ക് എപ്പോഴെങ്കിലും റിസൾട്ട് നമുക്ക് തിരിച്ച് കിട്ടും. അതിപ്പോൾ ചിലപ്പോൾ 1 മാസമോ 2 മാസമോ 3 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ എടുക്കട്ടെ, നമ്മൾ അതിലേക്ക് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ കള്ളത്തരമൊന്നും കാണിക്കാണ്ട്, കോപ്പി അടിക്കോ അല്ലെങ്കിൽ തട്ടിപ്പുകളൊന്നും കാണിക്കാണ്ട് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യുക. അതിപ്പോൾ നിങ്ങളൊരാഴ്ചയിൽ ഒരു വീഡിയോ, ഒരു മാസത്തിൽ ഒരു വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഒരു വീഡിയോ ചെയ്തു, അതായത് മറ്റൊരാൾ നോക്കി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും പറയാനായിട്ട് നിരവധി ആളുകളുള്ളപ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യാണ്ട് നിങ്ങളൊരു വീഡിയോ ഇട്ട് നിങ്ങൾ യൂട്യൂബിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം അത്ര എളുപ്പമൊന്നുമല്ല ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബറിനെ കൊണ്ടുവരിക, നല്ല വാച്ചവേഴ്സ് എത്തിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നും 1 രൂപ നമ്മൾ ഏൺ ചെയ്യുക. യൂട്യൂബ് മോണിറ്റൈസേഷൻ കിട്ടി 1 രൂപ ഏൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയ കാര്യമായിട്ട് അത്ര വലിയ കാര്യമല്ല എന്ന് പറയുന്നവരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. അത് അത്ര വലിയ കാര്യം തന്നെയാണ്. കാരണം ഒരു ചാനൽ ഉണ്ടാക്കി അത് മോണിറ്റൈസേഷൻ ചെയ്ത് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇഗ്നോർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാനുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലൂടെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ചാനൽ നല്ല ഗ്രോത്തിന് വേണ്ടി
നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം എങ്ങനെ നമുക്ക് ആ ക്ലെയിം നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളൊരു കമൻറ്റുകൾ നിരവധി നമ്മുടെ ഫോണിലേക്ക് വന്നിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടിലാണെങ്കിലും എങ്ങനെ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് റിമൂവ് ചെയ്യാം, എങ്ങനെ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള നിരവധി കമൻറ്റ്സുകൾ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിട്ട് നമ്മളൊരു കോപ്പിറൈറ്റ് ക്ലെയിം, അതായത് യൂട്യൂബിൻ്റെ ഏത് കോപ്പിറൈറ്റ് ക്ലെയിം ആയിക്കോട്ടെ, ഓഡിയോ ക്ലെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോ ക്ലെയിം ആയിക്കോട്ടെ, ഈ ക്ലെയിം എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ള ഒരു അടിപൊളി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അതിൽ നിന്നും ആൾക്കാർക്ക് ഹെൽപ്പ് അല്ലെങ്കിൽ നല്ല ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. അത് ആൾക്കാർക്ക് ഉപയോഗം ഉണ്ടായി, ആ വീഡിയോയിൽ നിന്നും ഉപയോഗം ഉണ്ടായി എന്നുള്ള ഒരു 100% റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് മനസ്സിലായി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് പാർട്ട് ബേസ് നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ആർക്കെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം അറിയാനുണ്ട്, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മളത് മുൻകൂട്ടി തന്നെ ചെയ്യും. കാരണം നമുക്ക് ടൈം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ടൈമിനനുസരിച്ച് നമ്മൾ നല്ല വീഡിയോസ് ഓരോ പാർട്ടായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും ആ വീഡിയോ നേരത്തെ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സക്സസ്ഫുൾ ആവാൻ സാധിക്കും. 1K സബ്സ്ക്രൈബറും 4000 വാച്ച് വേഴ്സും കൊണ്ടുവരിക മാത്രമല്ല നമ്മുടെ ഉദ്ദേശം, ചാനൽ മോണിറ്റൈസേഷനായി നല്ല രീതിയിൽ വ്യൂവറും സബ്സ്ക്രൈബറും വന്ന് ചാനൽ നല്ല ഗ്രോത്ത് ആവുന്നത് വരെ, അല്ലെങ്കിൽ ഗ്രോത്ത് ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാനുള്ള ഇൻഫർമേഷൻ നമ്മുടെ ചാനലിലൂടെ പാസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക. മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. കാരണം നിങ്ങൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൂടെ ആ ചാനൽ അവിടെ നിൽക്കും, അല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങളുടെ കയ്യിലൂടെ അവിടെ തന്നെ നിൽക്കും. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനും ഗ്രോത്ത് ഉണ്ടാകും, അതുപോലെ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടും, അവരുടെ ചാനലും ഗ്രോത്ത് ആകും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും 1K സബ്സ്ക്രൈബറും 4000 വാച്ച് വേഴ്സും ഒരു മാസം കൊണ്ടാവട്ടെ. എല്ലാവർക്കും മോണിറ്റൈസേഷൻ കിട്ടട്ടെ, യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് ഡെയിലി കാണുക, നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടുക. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലൈവായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ, ചേട്ടൻ പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ പറയുന്നത് തെറ്റാന്നുള്ള കാര്യം. ഇവിടെ ഇടുന്ന വീഡിയോസ് തെറ്റാന്നുള്ളൊരു കാര്യമുണ്ടെങ്കിൽ അതിൽ നിന്നും 1% പോലും ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഡയറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. കാരണം ഒരു കുഴപ്പവുമില്ല, ചാനലിൽ നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിനുള്ള പരിഹാരം കാണുന്നതായിരിക്കും. നിങ്ങൾക്കപ്പോൾ ഇൻഫർമേഷൻ കിട്ടുന്നില്ല, തട്ടിപ്പ് വീഡിയോ എന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. അതിനൊരു മടിയും കാണിക്കരുത്, എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻ ചെയ്തു തരാമെന്നായിരിക്കും.